Hello everyone. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. നോർമലി ഞാൻ കാണിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ സാരീസും സൽവാർ മെറ്റീരിയൽസും ഒക്കെ എംബ്രോയിഡറി ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് വേറൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എംബ്രോയിഡറി വെച്ച് തന്നെ നമുക്ക് ഹോം ഡെക്കർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഹോം ഡെക്കർ ആയിട്ടും അതുപോലെ നമുക്ക് ഗിഫ്റ്റിംഗ് പർപ്പസിനും ഒക്കെ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് ബർത്ത്ഡേസിനും ആനിവേഴ്സറീസിനും അതുപോലെ വേറെ എന്ത് ഒക്കേഷൻസിനാണെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. നല്ലതായിട്ട് മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ഐറ്റമാണ്. നമുക്കത് അവരവരുടെ പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ മൊമെന്റോ കോട്ടോ ഒക്കെ യൂസ് ചെയ്തിട്ട് പേഴ്സണലൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്നും മെമ്മറബിൾ ആയിട്ട് അവർക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു നല്ല ഗിഫ്റ്റ് ഐറ്റമാണ്. അതുപോലെ തന്നെ നമുക്കിതിനെ ഒരു ഹോം ഡെക്കർ ഐറ്റം ആയിട്ടും ചൂസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എക്സ്പെഷ്യലി ഇപ്പം നമ്മുടെ ക്രിസ്മസ് സീസൺ ഒക്കെ വരുമ്പോൾ എല്ലാവരും ഒക്കെ വീട് ക്രിസ്മസ് തീം അനുസരിച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഇപ്പം ആ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്ത് ഒത്തിരി പേരും ആ ഒരു ക്രിസ്മസ് തീംസ് അനുസരിച്ച് വോൾ ഡെക്കേഴ്സ് ഒക്കെ ആണെങ്കിലും അതുപോലെ ടേബിൾ ഡെക്കേഴ്സ് ഒക്കെ ആണെങ്കിലും മാറ്റാറുണ്ട്. അപ്പം അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഡെക്കർ ഐറ്റമാണിത്. അപ്പം എംബ്രോയിഡറി വെച്ച് തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് കുറച്ചുകൂടി ഒരു എലഗൻറ്റും കുറച്ചുകൂടി ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്കും എപ്പോഴും നമുക്ക് ഒരു എവർഗ്രീൻ ലുക്ക് വരുന്ന ഒരു ഹോം ഡെക്കർ ഐറ്റം ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ എംബ്രോയിഡറി ഹൂപ്പ് ഡെക്കേഴ്സിനെ കുറിച്ചാണ്. എംബ്രോയിഡറി ഹൂപ്പ് ഡെക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എംബ്രോയിഡറി ഹൂപ്പിൽ തന്നെ നമ്മളൊരു ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് അതിൽ നമ്മൾ ഡിസൈൻസ് ഒക്കെ ചെയ്ത് വോൾ ഹാങ്ങിങ് ആയിട്ടും ടേബിൾ ഡെക്കർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മുടെ എംബ്രോയിഡറി ഹൂപ്പ് ഡെക്കേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കലണ്ടേഴ്സും കുറച്ച് ഡിസൈൻസും ഒക്കെ കൊടുത്തിട്ട് ഒരു മെമ്മറബിൾ ഡേയോ ഒക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ ബർത്ത്ഡേസിനും ആനിവേഴ്സറീസിനും ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ്, ക്രിസ്മസ് ട്രീസോ ക്രിസ്മസ് റീത്സോ ഒക്കെ ചെയ്ത് നമ്മൾ ക്രിസ്മസ് ഡെക്കേഴ്സ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇത് ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ഇങ്ങനത്തെ ക്രിസ്മസ് ഡെക്കേഴ്സിനൊക്കെ നല്ലൊരു ഡിമാൻഡുള്ള ഒരു സമയമാണ്. അപ്പൊ കുറെ എൻക്വയറീസ് ഒക്കെ നമുക്ക് വരാറുണ്ട്. ഇങ്ങനത്തെ ക്രിസ്മസ് ഡെക്കേഴ്സ് ഒക്കെ എംബ്രോയിഡറി വെച്ചിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് അപ്പൊ നമ്മൾ അങ്ങനത്തെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ അങ്ങനത്തെ വർക്കൊക്കെ ചെയ്യിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇനി ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി നേരത്തെ എന്റെ പേഴ്സണൽ ആയിട്ട് ചെയ്തിട്ടുള്ള 1-2 ഹൂപ്സ് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു ഹൂപ്പാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. ഇതൊരു 8 ഇഞ്ച് വരുന്ന പോലത്തെ ഹൂപ്പാണ്. ഇതിനകത്ത് നമ്മൾ ഈ ഒരു തടിയുടെ ഒരു ഹൂപ്പാണ്. നമ്മൾ ആ തടി കവർ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഗോൾഡൻ റിബൺ വെച്ചിട്ട് ഇത് ഫുൾ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് എന്നിട്ടായി ക്ലോത്ത് ഇതിനകത്ത് വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് നമ്മളിതൊരു വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു തീമിൽ ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹൂപ്പാണ്. ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് ടോപ്പിലൊരു ചെറിയൊരു ഫ്ലവറിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് നമ്മളൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു ഫോട്ടോയുടെ ഒരു അതുപോലെ തന്നെ വരുന്ന പോലെ നമ്മൾ ചെറുതായിട്ട് സ്കെച്ച് ചെയ്തിട്ട് അങ്ങനെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഉള്ള ഒരു ഫോട്ടോയെ നമ്മളിങ്ങനെ സ്കെച്ച് ചെയ്ത് കാണിച്ചിരിക്കുന്ന പോലെ കാണിച്ചതാണ്. എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ താഴെയും ചെറുതായിട്ടൊരു ഫ്ലവറിൻ്റെ ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കോട്ടും നമ്മൾ ചുമ്മാ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ മന്തിൻ്റെ കലണ്ടറും കൊടുത്ത് അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ഹൂപ്പായത്. ഇതുപോലെ നമുക്ക് ബർത്ത്ഡേസ് ആണെങ്കിലും അതുപോലെ വെഡ്ഡിങ് ഡേക്ക് ആണെങ്കിലും ഒക്കെ ഇതുപോലത്തെ ഇങ്ങനത്തെ പല തീംസിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ തീമൊക്കെ ചെയ്ത് നമുക്ക് ഇതുപോലത്തെ ഹൂപ്സ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പോലത്തെ തന്നെ നമ്മൾ ബർത്ത്ഡേക്കൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ബർത്ത്ഡേയുടെ ഒരു തീമിലുള്ള ഒരു ഹൂപ്പും ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹൂപ്പിൻ്റെ ബാക്ക് സൈഡ് നമ്മളിങ്ങനെ കവർ ചെയ്തെടുക്കും. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്തിരിക്കുന്ന ഒന്നും ഇതിനകത്ത് ഇങ്ങനെ കാണത്തില്ല, സ്റ്റിച്ചിങ് ഒന്നും കാണത്തില്ല. നമ്മളത് ഫുൾ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കും. നമുക്ക് എന്നിട്ട് ഇതിൻ്റെ ഈ ഹൂപ്പിൻ്റെ ഈ ഒരു നമ്മളെ ലോക്ക് ചെയ്യുന്നൊരു സ്ഥലമുണ്ടല്ലോ, ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ വോളിൽ ഹാങ് ചെയ്തിടാം. അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ ജസ്റ്റ് ടേബിളിലൊക്കെ ഇങ്ങനെ ചാരി വെച്ച് ടേബിൾ ഡെക്കർ ആയിട്ടാണേലും യൂസ് ചെയ്യാം. അത് നമുക്കിതിനകത്ത് ഇതുപോലെ ക്രിസ്മസ് തീംസിലുള്ള പിക്ചേഴ്സാണ് കൊടുക്കുന്നതെങ്കിൽ അത് ആ ക്രിസ്മസ് തീം അനുസരിച്ചാണെങ്കിലും നമുക്കത് ടേബിളിലാണേലും അതുപോലെ വോൾ ഹാങ്ങിങ് ആയിട്ടാണേലും ഇടാൻ പറ്റും. ഇങ്ങനത്തെ പല കളർ കോമ്പിനേഷനിലും ഈ ഹൂപ്പിൻ്റെ സൈസ് ആണെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിനേക്കാളും ചെറിയ ഹൂപ്സും ഉണ്ട്, അതുപോലെ വലിയ ഹൂപ്സും ഉണ്ട്. അപ്പം അതനുസരിച്ച് നമുക്ക് ഹൂപ്സിൻ്റെ സൈസും കസ്റ്റമൈസ് ചെയ്ത് പിക്ചേഴ്സ് ആണെങ്കിലും ഇതിനെ ഫ്ലവേഴ്സിൻ്റെ കളേഴ്സ് ആണെങ്കിലും എഴുതുന്ന കോഡ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇത് നമ്മളൊരു ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്തൊരു ഹൂപ്പാണ്. ഇതാണ് നമ്മൾ രണ്ടാമത് കാണിക്കുന്ന ഹൂപ്പ്. ഇതിനകത്ത് നമ്മൾ 2 സൈഡിലും നിറച്ചും ഫ്ലവേഴ്സ് ആഡ് ചെയ്ത് ഒരു കലണ്ടറും ഒരു ബൈബിൾ കോട്ടും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഹൂപ്പ് ചെയ്തിരിക്കുന്നത്.
അതുപോലെ നമ്മൾ നേരത്തെ കാണിച്ച ഹൂപ്പ് പോലെ റിബൺ വെച്ച് കവർ ചെയ്യാതെ നമ്മൾ പേൾസ് ഒട്ടിച്ചാണ് ഇതിൻ്റെ ഒരു ആ ഫ്രെയിം നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ വരാൻ വേണ്ടിയാണ് നമ്മളത് പേൾസ് ഒട്ടിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇതിനകത്തൊരു മെറൂൺ കോമ്പിനേഷനിലാണ് നമ്മൾ ആ കോഡ്സ് ആണെങ്കിലും ബർത്ത്ഡേ വിഷ് ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും ഒക്കെ ചെയ്തിരിക്കുന്നത്. ആ ഒരു കളർ കോമ്പിനേഷൻ ഈ ഒരു ഹൂപ്പിന് മൊത്തം നമ്മൾ കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എന്നാൽ കുറച്ചുകൂടെ ഒരു ഭംഗിയുള്ള പോലെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹൂപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 ഹൂപ്പാണ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കാണിക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ഒത്തിരി ഹൂപ്സിൻ്റെ ഒന്നും ഫോട്ടോസൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള 2 ഹൂപ്പിൻ്റെ ഫോട്ടോസ് ഇത് മീൻസ് വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഫോട്ടോസ് ഇല്ലാത്ത കാരണം ഞാൻ 1-2 ഹൂപ്സിൻ്റെ ഫോട്ടോസ് സാമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണിക്കാൻ വേണ്ടി. അതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഹൂപ്പ് ഡെക്കേഴ്സ്. അപ്പോൾ എല്ലാവർക്കും ഈ 2 ഹൂപ്സും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ആർക്കെങ്കിലും ഒക്കെ ഇതുപോലത്തെ ഹൂപ്സ് ആണെങ്കിലും അതുപോലെ സാരീസോ സൽവാസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം കൂടുതലായിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.